ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ്. അപ്പം ബ്രസീലിനും ഇന്ത്യക്കുമാണ് ഇപ്പം നിലവിൽ 50% താരിഫ് ഉള്ളത്. ബ്രസീലിൻ്റെ ഇൻ്റർണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ലൂയിസിൻ്റെ പേരിൽ ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ കിടപ്പുണ്ട്. അതൊക്കെ തെളിഞ്ഞു വന്നാൽ മാത്രമേ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ കഴിയും. എല്ലാം തന്നെ കറപ്ഷൻ കേസുകളാണ്. അതൊരു സൈഡിൽ നിലനിൽക്കെ ഇപ്പം നിലവിൽ ഇന്ത്യയുടെ താരിഫും ഏതാണ്ട് 50% എത്തിയിരിക്കുകയാണ്. ഏഷ്യൻ സൈഡിൽ തന്നെ നമ്മൾ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യയിലുള്ള മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ താരിഫ് വളരെ ഹൈ ആണ്. ഓക്കെ, അപ്പോൾ 25% ഉള്ളതുപോലെയല്ല 50% ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ക്ഷീണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇത് അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വ്യാപാരം ഡൈവേഴ്സിഫൈ ചെയ്യുക, അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം കുറച്ച് കൊണ്ടുവരിക. ആ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് ഈ ഒരു ഡെഫിസിറ്റ് നികത്താൻ പറ്റും. ഈ ഒരു വ്യാപാരത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡോളറാണല്ലോ മൂല്യമുള്ള കറൻസി. അപ്പോൾ അതിൽ ലാഭവിഹിതം നമുക്ക് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇരട്ടി നമ്മൾ ബിസിനസ് ചെയ്യേണ്ടി വരും പുറത്തുള്ള മേഖലകളിൽ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള തീരുമാനമെടുത്താലും മറ്റു പല മാർഗ്ഗങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. അതായത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇരുന്ന സമയത്ത് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്ന ചില മീറ്റിങ്ങുകളുണ്ട്. ആ മീറ്റിങ്ങിൽ എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് UAE, ഇന്ത്യ, ഈ രണ്ട് രാജ്യങ്ങളും, പ്രത്യേകിച്ച് UAE, ഇന്ത്യ പോലത്തെ രാജ്യങ്ങളൊക്കെ കുറച്ച് ബ്രിക്സിൽ നിന്നും കുറച്ച് പുറകോട്ട് വന്നിരുന്നു. കാരണം ഈ അമേരിക്കയിൽ വരുന്ന ഭരണമാറ്റം, ട്രംപിൻ്റെ നയങ്ങൾ എന്തായിരിക്കും, ഇതിനെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ട്രംപ് വന്നപ്പോഴേ ബ്രിക്സ് ഇസ് ഡെഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് UAEയും ഇന്ത്യയും കുറച്ച് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ UAEയും ഇന്ത്യയും വളരെ ശക്തമായി തന്നെ ബ്രിക്സിനോട് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇന്ന് അജിത് ഡോവൽ മോസ്കോയിലുണ്ട്. അതുപോലെ തന്നെ UAE പ്രസിഡന്റ് അൽ നഹിയാൻ ഇന്ന് മോസ്കോയിലുണ്ട്. റെഡ് കാർപ്പറ്റ് വെൽക്കമിങ് ആയിരുന്നു. ഇപ്പോൾ UAE ഒക്കെ വളരെ സൈലൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്തുന്ന ആൾക്കാരാണ്. അപ്പം UAEക്ക് ഏതാണ്ട് 60ഓളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ റഷ്യക്കുള്ളിലുണ്ട്. 60ഓളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ. UAE 1000 രൂപയൊന്നുമല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ബില്യൺ കണക്കിൽ ഡോളർ, മില്യൺ കണക്കിൽ ഡോളേഴ്സ് ഒക്കെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഏതാണ്ട് 60ഓളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ റഷ്യക്കുള്ളിലുണ്ട്. അതിൽ 11.5 ബില്യൺ ആയിട്ട് റഷ്യയ്ക്കും UAEക്കുമുള്ള ട്രേഡ് ഉയർന്നിട്ടുണ്ട്. അത്രമാത്രം സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് UAE റഷ്യ ബന്ധം. അതിലുപരിയായിട്ട് പല മേഖലകളിലും പുടിൻ ക്ഷണിക്കുന്നുണ്ട്. റഷ്യ സിറിയയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ ഹെൽപ്പ് ഏറ്റവും കൂടുതൽ UAE ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റഷ്യക്കുള്ളിൽ മെഡിക്കൽ ഫീൽഡിലായാലും ശരി, അതുപോലെ മറ്റു പല മേഖലകളിലും UAE ക്ഷണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് UAE കുറിച്ച് പറയുമ്പോഴത്തേക്കും ഗ്ലോബലി തന്നെ വളരെ നിർണായകമായിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരു ലീഡിങ് രാജ്യമാണ് UAE എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത്. ബ്രിക്സിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു മെമ്പറാണെന്നും കൂടിയാണ് പറഞ്ഞു വെച്ചത്. ബ്രിക്സ് ലീഡിങ് കൺട്രീസ് എല്ലാം കൂടി ഒരു കൂട്ടായ്മ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. അതായത് ട്രംപ് വെറുതെ ഇരുന്ന സംഘടനയെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആക്ടിവേറ്റ് ആക്കി വിട്ടിരിക്കുകയാണ്. അതാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക കാണിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നല്ലത് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവരുടെ രാജ്യത്തുള്ള ബിസിനസ് പീപ്പിൾ എല്ലാം ഇരിക്കുന്ന ഒരു ഫോറത്തിൽ സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? നിങ്ങൾ ആരും തന്നെ ചൈനയിൽ ചെന്ന് ബിസിനസ് ഓപ്പൺ ചെയ്യരുത്, നമ്പർ 1. രണ്ടാമത്, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ജോലിക്ക് എടുക്കരുത്. ഇത് രണ്ടാമത്തെ കാര്യം. ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പം അവിടെ ഇരിക്കുന്നതിൽ മെജോറിറ്റി, ആ ഒരു കസേരയിൽ ഇരിക്കുന്ന, ആ ബിസിനസ് ഫോറത്തിൽ ഇരിക്കുന്ന കംപ്ലീറ്റ് ബിസിനസ് പീപ്പിളിൽ മെജോറിറ്റി പീപ്പിൾ ആർ ഇന്ത്യൻസ്. അതും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഗൂഗിളിൻ്റെ CEO ആയിക്കോട്ടെ, ഇതേപോലെ പല മേഖലകളിലെ ആൾക്കാരുണ്ട്, ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല. ആ രീതിയിൽ ഇന്ത്യൻസിൻ്റെ ഫോറത്തിൽ തന്നെ ചെന്ന് പറയുകയാണ്, നിങ്ങൾ ആരും ഇന്ത്യൻസിനെ ഹയർ ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയുടെ ഉള്ളിൽ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ നിങ്ങളെ ഒരു പാട്രിയോട്ടിക് അമേരിക്കനായിട്ട് കരുതുകയുള്ളൂ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചത്. ഇനി USA ഇന്ത്യക്കാരെ ജോലിക്ക് എടുക്കുന്നില്ല എന്ന് തന്നെ വെക്കാം, ഒരു കുഴപ്പമില്ല. ഒരുപാട് ബ്രെയിൻ ട്രെയിൻ ഇന്ത്യക്കുള്ളിൽ ഒരുപാട് ബ്രെയിൻ ട്രെയിൻ നടക്കുന്നുണ്ട്. ആ ഒരു ഒഴുക്ക് ഒന്ന് അവസാനിപ്പിച്ചാൽ നന്നായിരുന്നു. ഈ ബ്രെയിൻ ട്രെയിൻ ഒഴുക്കുണ്ടല്ലോ, അത് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം ഈ രീതിയിൽ പൊതുവിൽ അതായത് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ മാനുഫാക്ചറിങ് ചെയ്യാനൊക്കെ താല്പര്യം കാണിച്ച് പല കമ്പനികളും ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതിയിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് IIT പോലത്തെ സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് അവരുടെ ക്രിയേറ്റീവ് കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കണം.
അങ്ങനെ പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മളുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിയമ ഭേദഗതികൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരണം. ക്യാമ്പസ് സെലക്ഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ പുനഃസ്ഥാപിക്കണം. ഫോറിൻ കമ്പനികൾ വന്ന് ക്യാമ്പസ് സെലക്ഷൻ നടത്തുന്നതിന് പകരം ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ക്യാമ്പസ് സെലക്ഷനിലൂടെ മുന്നോട്ട് പോകണം. അങ്ങനെ ചില റിഫോർമേഷൻസ് ഒക്കെ നടത്തി നമ്മുടെ രാജ്യത്ത് ടെക്നിക്കൽ സ്ഥലത്ത് ഇപ്പോൾ IIT പഠിക്കുമ്പോഴത്തേക്കും അവിടെ തന്നെ കഴിവ് തെളിയിച്ച ആൾക്കാരെ നമ്മൾ ഇന്ത്യക്ക് പുറത്തുവിടേണ്ട കാര്യമില്ല. അവർക്ക് പാട്രിയോട്ടിസം പഠിപ്പിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ഡെസിഗ്നേഷൻ ഉറപ്പുവരുത്തുക, ഇന്ത്യക്കുള്ളിൽ അവർക്ക് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ കൃത്യമായിട്ടുള്ള ഡെസിഗ്നേഷൻ കൊടുക്കുക. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മളുടെ ഇന്ത്യക്കുള്ളിൽ തന്നെ ടെക്നോളജികൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. എത്ര ഇന്ത്യൻ ബ്രെയിനാണ് അമേരിക്കയിൽ കിടന്ന് മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ഗവൺമെന്റ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ ട്രംപിനോട് ചോദിക്കുന്നുണ്ട്, ഈ ബ്രസീലിന് ഇങ്ങനെ നിങ്ങൾ താരിഫ് കൊടുത്തിട്ടുണ്ടല്ലോ 50%, എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും അതിന് മിസ്റ്റർ ലൂല മീൻസ് ലൂയിസ്, ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് എന്നെ വിളിച്ചാൽ മതി, ലെറ്റ് ഹിം കോൾ മീ, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ അതിനുള്ള മറുപടി ഇന്ന് മിസ്റ്റർ ലൂയിസ്, ബ്രസീലിയൻ പ്രസിഡന്റ് മിസ്റ്റർ ലൂയിസ് പറഞ്ഞിട്ടുണ്ട് ട്രംപിനുള്ള മറുപടി. ഞാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയെ വിളിച്ചോളാം, ഞാൻ ട്രംപിനെ വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല എന്നുള്ള മറുപടിയാണ് കൊടുത്തത്. ഇത് ഒരു മാസ് മറുപടിയാണിത്, വല്ലാത്ത മറുപടി. ഇതൊക്കെ ട്രംപിനെ ചൊടിപ്പിക്കും, ഉറപ്പാണ്. ട്രംപ് എന്ന് പറഞ്ഞാൽ വ്യാപാരത്തിന്റെ അവസാന വാക്കെന്ന് അർത്ഥമൊന്നുമില്ലല്ലോ. ബ്രസീലും ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള വ്യാപാരം നടത്താനുള്ള തീരുമാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രസീൽ, റഷ്യ, ചൈന, ഇന്ത്യ ഈ 4 രാജ്യങ്ങളാണ് ബേസിക് ആയിട്ട് ബ്രിക് എന്ന് പറഞ്ഞ് തുടങ്ങിയ ബ്രിക്സിന്റെ കൂട്ടായ്മയിൽ ഉണ്ടായ പ്രാഥമികമായിട്ടുള്ള രാജ്യങ്ങൾ. ആ എസ് എന്ന് പറഞ്ഞ അവസാനത്തെ അക്ഷരം സൗത്ത് ആഫ്രിക്ക, അത് ഇവർക്ക് 4 പേർക്കും പുറമെ പിന്നീട് വന്ന് ജോയിൻ ചെയ്തതാണ് ബ്രിക്സിൽ. അപ്പോൾ അങ്ങനെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ 4 രാജ്യങ്ങളും കൂടി ചേർന്ന് ബ്രിക്സിന്റെ ഉള്ളിൽ വേറെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവരൊക്കെ തന്നെ അമേരിക്കയുമായിട്ട് നല്ല അലയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ UAE ഒക്കെ അമേരിക്കയുമായിട്ട് നല്ല ടേംസിലുള്ള രാജ്യങ്ങൾ തന്നെയാണ്. എന്നാലും UAE-യിലുള്ള 2-3 കമ്പനികൾക്ക് അമേരിക്ക സാങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ UAE ഇറാന്റെ സൈഡിൽ നിന്ന് എണ്ണ മേടിച്ച് വിറ്റു എന്നുള്ള രീതിയിലുള്ള ആരോപണത്തിനെ തുടർന്നാണ് UAE-യിലുള്ള കമ്പനികൾക്കെതിരെ സാങ്ഷൻ കൊണ്ടുവന്നത്. ഇപ്പോഴും സാങ്ഷൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ അറബ് രാജ്യങ്ങൾക്കൊക്കെ ഇപ്പം ഈ ഒരു ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റഷ്യ, ചൈന, ഇന്ത്യ ഈ ഒരു കൂട്ടായ്മയിലോട്ട് കൂടുതൽ വന്ന് കുറച്ച് മിങ്കിളായി പോകുന്നതാണ് എഫക്റ്റീവായിട്ടുള്ള ഫ്യൂച്ചറിന് നല്ലത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇവർക്കൊക്കെ വന്നിട്ടുണ്ട്. കാരണം റഷ്യ എപ്പോഴും ഒരു മിഡിൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഈ അറബ്സിനൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് അന്നോട്ട് എടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ തീവ്രവാദികൾക്ക് സപ്പോർട്ടായി മാറുന്നു എങ്കിലും ബാക്കിയുള്ള അതിതീവ്ര നിലപാടില്ലാത്ത കുറച്ച് രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങൾക്കൊക്കെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇവരുമായിട്ട്. റഷ്യയുമായിട്ട് ചേർന്ന് പോകാനാണ് താല്പര്യപ്പെടുന്നത്, പ്രത്യേകിച്ചും ഏഷ്യൻ സൈഡിൽ നിലനിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് അൽ നഹിയാന്റെ മോസ്കോ സന്ദർശനം വളരെ നിർണായകമായിട്ടുള്ളൊരു വഴിത്തിരിവായിട്ട് മോസ്കോ കരുതുന്നത്. കാരണം മോസ്കോയ്ക്ക് വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഷെയ്ഖ് അൽ നഹിയാൻ ഇന്ന് ഒരു വമ്പൻ ഇൻവെസ്റ്റ്മെന്റ് തന്നെ റഷ്യക്ക് സമ്മാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മീറ്റിംഗ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഗോയിങ് ഓൺ, പ്രോഗ്രസിങ്. Your Highness, dear friends, allow me to welcome you warmly to Moscow. Your Highness, I am very glad to see you again in the capital of Russia. We attach particular importance to relations with the United Arab Emirates. This is a friendly country for us. Attacks at a high political level, develop economic ties, and mutual investments are growing in both trade and investment. I would like to note that Russian investments in the United Arab Emirates still exceed Emirati investments in Russia, and so significantly. Almost twice as much, but we know that relations between your sovereign wealth fund and the Russian direct investment fund are developing well. Thank you for the trust you place in a Russian specialist in the field of investment activities. And this area is also under our attention and is yielding results. And we have humanitarian interactions at a good level. I mean in our contacts in the field of education and culture. I know that you have shown interest in the work of our Center for Gifted Children in Sirius in Sochi.
അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.